ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിലെ വ്യവസായി ഗോവർദ്ധന് വിറ്റ സ്വർണം കണ്ടെത്തി. ബെല്ലാരിയിൽ നിന്നാണ് 476 ഗ്രാം സ്വർണം പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. സ്വർണം റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ തെളിവെടുപ്പ് നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരിലെ ഫ്ളാറ്റിലും SIT പരിശോധന നടത്തി. തിരുവനന്തപുരത്തു നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഒരു ടീം കഴിഞ്ഞ ദിവസമാണ് കർണാടകയിലെ ബെല്ലാരിയിലെത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ വിവരത്തിന്റെയും ഗോവർദ്ധന്റെ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ശബരിമലയിൽ നിന്നും മോഷണം പോയ സ്വർണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൈക്കലാക്കിയ സ്വർണം കണ്ടെത്തുകയായിരുന്നു. 476 ഗ്രാം സ്വർണമാണ് സ്വർണ്ണപ്പാളികൾ ഉരുക്കിയതിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശപ്പെടുത്തിയത്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും സ്വർണ്ണപ്പാളികളിലെ സ്വർണം ഉരുക്കുകയും തുടർന്ന് ആ സ്വർണവുമായി സുഹൃത്തുകൂടിയായ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന്റെ പക്കൽ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ആ സ്വർണം ഗോവർദ്ധന് വിറ്റു. ഗോവർദ്ധന് വിറ്റ സ്വർണമാണ് ഇപ്പോൾ SIT കണ്ടെത്തിയത്. ഈ സ്വർണം റാന്നി കോടതിയിൽ ഹാജരാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിനായുള്ള നടപടികളും പ്രത്യേക അന്വേഷണ സംഘം ആരംഭിച്ചു. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും SIT പരിശോധിച്ചു വരികയാണ്. ഇതിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ തെളിവെടുപ്പിനെത്തിയത്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം മണിക്കൂറുകളോളം സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിലും നിർമ്മാണശാലകളിലും പരിശോധന നടത്തി. സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ, ജീവനക്കാർ, അഭിഭാഷകൻ എന്നിവരിൽ നിന്ന് SIT സംഘം നിർണായക വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സ്മാർട്ട് ക്രിയേഷൻസ് പ്രതിനിധികളെയും ഒരുമിച്ചിരുത്തിയും അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. SITയിലെ മറ്റൊരു സംഘം ബാംഗ്ലൂരിലെ ശ്രീരാംപുരയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ പരിശോധന നടത്തി. ഇവിടെ നിന്നും ഭൂമി ഇടപാടിന്റെയും മറ്റു ചില നിർണായക രേഖകളും സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ഫ്ളാറ്റിലെ പരിശോധനയിൽ സ്വർണം കണ്ടെത്തിയതായും സൂചനയുണ്ട്. നാളെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചെന്നൈയിലും ബാംഗ്ലൂരിലും തെളിവെടുപ്പ് നടത്താനും SIT തീരുമാനിച്ചിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷമാകും രണ്ടാം പ്രതിയായ മുരാരി ബാബുവിനെ SIT കസ്റ്റഡിയിൽ വാങ്ങുക. ഒപ്പം മറ്റു പ്രതികളിലേക്കും അന്വേഷണ സംഘം കടക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.